നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. സോഷ്യൽ മീഡിയയിൽ എന്നും ചർച്ചാ വിഷയമാണ് കൃഷ്ണകുമാറിന്റെ കുടുംബം. പലർക്കും വളരെ ഇഷ്ടപ്പെട്ട ഇൻഫ്ലുവൻസേഴ്സ് ആയിരുന്നു ഇവരെല്ലാം. എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി താരകുടുംബത്തിന് നേരിടേണ്ടി വരുന്നത് തുടരെ വിമർശനങ്ങളാണ്. അടുത്തിടെയായി നിരവധി വിവാദങ്ങളും കടുത്ത സൈബർ ആക്രമണങ്ങളും ഇവർക്ക് നേരിടേണ്ടതായി വന്നിട്ടുണ്ടായിരുന്നു. കുടുംബ പ്രശ്നം സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയമായത് കൃഷ്ണകുമാറിനും കുടുംബത്തിനും വലിയൊരു അടി തന്നെയായിരുന്നു. അതിനാൽ തന്നെ പലതരത്തിലുള്ള ആരോപണങ്ങളും സൈബർ ആക്രമണങ്ങളും നേരിടേണ്ടി വന്നിരുന്നു കുടുംബാംഗങ്ങൾക്കെല്ലാം. ഏറ്റവും കൂടുതൽ വിമർശനം ഏറ്റുവാങ്ങിയത് അഹാന കൃഷ്ണ തന്നെയായിരുന്നു. അഹാന കൃഷ്ണയും അമ്മയും സഹോദരിമാരും ചേർന്ന് നടത്തുന്ന ഓൺലൈൻ സാരി ബ്രാൻഡായ സിയ ബൈ അഹാദിഷികയിലെ ഓണം കളക്ഷനിലെ സാരികളുടെ വില വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണിപ്പോൾ. ചെറിയ വിലയ്ക്ക് ലഭിച്ച സാരികൾ അഹാനയും സഹോദരിമാരും കൊള്ള ലാഭത്തിന് വിൽക്കുന്നു എന്നതാണ് പ്രധാനമായും ഉയരുന്ന വിമർശനം. വിഷയത്തിൽ തന്റെ അഭിപ്രായം വ്യക്തമാക്കി എത്തിയിരിക്കുകയാണ് യൂട്യൂബറായ ഷെഫീന ബീവി. ഫേസ് വാല്യൂ അഹാന തന്റെ പ്രോഡക്റ്റിന് വേണ്ടി ഉപയോഗിക്കുന്നതിനെ പറ്റിച്ച് പണം ഉണ്ടാക്കുന്നു എന്ന രീതിയിൽ വിമർശിക്കാനാകില്ല എന്നും ഷെഫീന ബീവി പറഞ്ഞു. അവരെ അടിക്കാൻ കിട്ടിയ വടി എന്നതിനപ്പുറം ഈ വിഷയത്തിൽ യാതൊന്നുമില്ല എന്നും ഷെഫീന ബീവി പറഞ്ഞു. റിയാക്ഷൻ വീഡിയോകൾ ചെയ്യുന്നവർക്ക് ഒരു കുഴപ്പമുണ്ട്. കണ്ടന്റ് ഇല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ എടുത്തു വെച്ചു കൊടുക്കും എന്നാണ് അഹാന കൃഷ്ണയ്ക്കെതിരെ ഇപ്പോൾ നടക്കുന്ന വിവാദത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. 1000 രൂപയുടെ സാരി കൃഷ്ണകുമാറിന്റെ മക്കൾ 8000 രൂപയ്ക്ക് വിൽക്കുന്നു എന്നതാണ് ചിലരുടെ പ്രശ്നവും കരച്ചിലും. മാർക്കറ്റിംഗ് പോളിസിയെക്കുറിച്ച് ഗ്രാഹ്യമില്ലാത്തവരാണ് ഇത്തരത്തിലുള്ള വർത്തമാനം പറയുന്നത്. ഈ വിഷയത്തിൽ എന്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ അഹാന അവരുടെ പണി ചെയ്യുന്നു, അത് അവരുടെ തൊഴിലാണ്. ആ മാർക്കറ്റിംഗ് പോളിസി ഇഷ്ടമുള്ളവർ സ്വീകരിച്ചാൽ മതി, വേണമെങ്കിൽ വാങ്ങിയാൽ മതി. എല്ലാത്തിനും അതിൻ്റെതായ മാർക്കറ്റ് വാല്യൂ ഉണ്ട്. ഫുട്പാത്തിൽ 100 രൂപയ്ക്ക് കിട്ടുന്ന ചെരുപ്പിന് മാളിൽ ചെന്നാൽ 1000 രൂപയാകും എന്ന് കരുതി ആരും വാങ്ങാതിരിക്കുന്നില്ലല്ലോ. വിലക്കുറവിൽ സാധനം വേണ്ടവർ അതുപോലുള്ള സ്ഥാപനങ്ങളെ സമീപിക്കുക. അല്ലാതെ അഹാന പറ്റിക്കുന്നു, ചതിക്കുന്നു എന്ന് പറയരുത്. കച്ചവടത്തിൽ ഓരോരുത്തർക്കും ഓരോ പോളിസി ഉണ്ടാകും. മുൻപൊരിക്കൽ ദിയയുടെ ഒബയോസിയിൽ നിന്ന് ഒരു മാല കണ്ട് എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടിരുന്നു. പക്ഷെ 8000 രൂപയാണ് അതിന്റെ വില. അതോടെ ആ ആഗ്രഹം ഉപേക്ഷിച്ചു. പിന്നീട് കർണാടക കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഒരു ഓൺലൈൻ സ്ഥാപനത്തിൽ ഇതേ മാല ഞാൻ 1200 രൂപയ്ക്ക് കണ്ടു. അവർക്ക് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ലാത്തത് കൊണ്ട് ഞാൻ വാങ്ങിയില്ല. ഇതെല്ലാം മാർക്കറ്റിംഗ് തന്ത്രമാണ്. നിങ്ങൾ വേണമെങ്കിൽ വാങ്ങിയാൽ മതി. അല്ലാതെ അവർക്ക് പൈസ ഭ്രാന്താണ് എന്ന് പറയരുത്. നിങ്ങൾക്ക് പൈസ കിട്ടിയാൽ പുളിക്കില്ലല്ലോ. അതുപോലെ രേണുവിനെ ഉദ്ഘാടനത്തിന് വിളിച്ചാൽ അവർ 5000 രൂപയ്ക്ക് വന്ന് ഉദ്ഘാടനം ചെയ്തു പോകും. പക്ഷേ അതേസമയം ഹണി റോസിനെ ക്ഷണിച്ചാൽ 5 ലക്ഷം രൂപയും കൊടുത്ത് പാട്ടും പാടി കൊടുക്കേണ്ടി വരും. രണ്ടും പെണ്ണല്ലേ, എന്താണ് വ്യത്യാസം? അതാണ് പറഞ്ഞത് മാർക്കറ്റിൽ ഫേസ് വാല്യൂ ഉണ്ടെന്ന്. ആ വ്യത്യാസമാണ് അഹാന വിൽക്കുന്ന സാരികളിൽ കാണുന്നത്. അഹാനയൊക്കെ ഒരു സാരി ഉടുത്തു വന്നാൽ മൊഞ്ചത്തിയാണ്, ഒരു രക്ഷയുമില്ല. 4 പിള്ളേരും സുന്ദരികളാണ്, അത് നമ്മൾ സമ്മതിച്ചു കൊടുത്തേ പറ്റൂ. പിന്നെ ഇത്തിരി ആറ്റിറ്റ്യൂഡൊക്കെ പെണ്ണുങ്ങൾക്ക് നല്ലതാണ്. പെണ്ണുങ്ങൾക്ക് ഇത്തിരി അഹങ്കാരം വേണം. ഈ വിഷയത്തിൽ കണ്ടന്റ് ഇല്ലാത്തത് കൊണ്ട് അഹാനയുടെ തലയിൽ കയറുന്നതായാണ് എനിക്ക് തോന്നിയതെന്നും വെറും അസൂയയാണ്. അവരെ അടിക്കാൻ കിട്ടിയ വടി എന്നതിനപ്പുറം ഈ വിഷയത്തിൽ യാതൊന്നുമില്ല. കച്ചവടം ഇങ്ങനെയൊക്കെ തന്നെയാണെന്നും ഷെഫീന ബീവി പറഞ്ഞു. അതേസമയം അഹാനയും അമ്മയും സഹോദരിമാരും ഹാൻഡ് പിക്ക് ചെയ്ത എക്സ്ക്ലൂസീവ് കളക്ഷനുകളാണ് വെബ്സൈറ്റിൽ എത്തിക്കുന്നതെന്നാണ് വസ്ത്ര ബ്രാൻഡ് തുടങ്ങിയ സമയത്ത് ഇവർ അറിയിച്ചിരുന്നത്. ആദ്യത്തെ സെറ്റ് കളക്ഷൻ വെബ്സൈറ്റ് ലോഞ്ച് ചെയ്തപ്പോൾ ഡ്രോപ്പ് ചെയ്തിരുന്നു. എന്നാൽ അന്ന് ഏറെയും ലഭിച്ച പ്രതികരണങ്ങൾ സാരികൾക്ക് വില കൂടുതൽ ആണെന്നതായിരുന്നു. സാധാരണക്കാർക്ക് സ്വപ്നം പോലും കാണാനാകാത്ത വിലയാണ് ഇട്ടിരിക്കുന്നത്. 5000-ൽ കുറഞ്ഞ സാരികളില്ല. നിരവധി പേർ ഇതിനെതിരെ പ്രതികരിച്ചുവെങ്കിലും യാതൊരുവിധ മാറ്റവും അഹാന കൊണ്ടുവന്നിട്ടില്ല. പുതിയ കളക്ഷനുകൾ സൈറ്റിൽ ഡ്രോപ്പ് ചെയ്തപ്പോഴും എല്ലാത്തിനും വൻ വിലയാണ് ഇട്ടിരിക്കുന്നത്. അതിൽ 14,999 രൂപ വിലയുള്ള ടിഷ്യൂ സാരി വലിയ രീതിയിൽ ചർച്ചാ വിഷയമായി മാറിയിരുന്നു. അതിന് കാരണം ഇതേ സെയിം സാരി നടിയും അവതാരകയുമായ ആര്യ ബിഡായി തന്റെ ബുട്ടീക്കായ കാഞ്ചീപുരത്തിൽ വിൽക്കുന്നത് 9500 രൂപയ്ക്കാണ് എന്നതാണ്. പാറ്റേൺ, മെറ്റീരിയൽ, നിറം എല്ലാം സമാനമാണ്. ആര്യയുടെ സോഷ്യൽ മീഡിയ പേജിൽ ഇതേ സാരി കണ്ടതോടെ അഹാനയുടെ ഇൻസ്റ്റഗ്രാം പേജിൽ വില കൂട്ടിയിരിക്കുന്നതിനെ കുറിച്ച് ചോദ്യങ്ങളും വിമർശനങ്ങളും ഉയർന്നു. എന്നാൽ വിമർശിച്ചതിന് അഹാന തങ്ങളെ ബ്ലോക്ക് ചെയ്തുവെന്നും ചിലർ കുറിച്ചിരുന്നു. ആര്യയും അഹാനയും എല്ലാം തമിഴ്നാട്ടിലെ നെയ്ത്തുകാരിൽ നിന്നാണ് സാരികൾ വാങ്ങുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. അതിനാലാകാം സമാനമായ ഡിസൈനുകൾ രണ്ടുപേരുടെ കളക്ഷനിലും കാണുന്നത്. ആര്യയും ഭർത്താവും കാഞ്ചീപുരത്തിന്റെ കോർഡിനേറ്ററുമായ സിബിനും നേരിട്ട് തമിഴ്നാട്ടിൽ പോയാണ് പർച്ചേസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇടനിലക്കാരില്ല. അതിനാലാകണം ആര്യയുടെ കാഞ്ചീപുരത്തിൽ സാരികൾക്ക് വില കുറവും ക്വാളിറ്റിയും മികച്ചു നിൽക്കുന്നത്. അഹാനയുടെ വെബ്സൈറ്റിലെ സാരികൾ പ്രത്യേകം പറഞ്ഞു നെയ്തെടുക്കുന്നതാണെന്ന് തെറ്റിദ്ധരിച്ചും ആളുകൾ പർച്ചേസ് ചെയ്യുന്നുണ്ട്. ഡെലൂഷണൽ വേൾഡിൽ
കഴിയുന്നവരാണ് ഓവർ പ്രൈസ്ഡായ അഹാനയുടെ വെബ്സൈറ്റിലെ സാരികൾ വാങ്ങുന്നതെന്നും ചിലർ കുറിച്ചിരുന്നു. വില കൂട്ടിയിട്ടാൽ ക്വാളിറ്റി കൂടുമോ? നെഗറ്റീവ് പബ്ലിസിറ്റിയും പബ്ലിസിറ്റിയാണ്. അതിനാലാകണം അഹാനയും കൂട്ടരും വിലയിൽ മാറ്റം വരുത്താത്തത്. 2000 രൂപയുടെ ക്വാളിറ്റി പോലും 10,000 മുകളിൽ വിലയിട്ട പല സാരികൾക്കും തോന്നുന്നില്ല. എല്ലാ സാരിയും സോൾഡ് ഔട്ടായി എന്ന് എഴുതി കാണാം. ആരാണ് ഇത്രയും വില നൽകി ഈ സാരികൾ വാങ്ങുന്ന മണ്ടന്മാർ? കടുത്ത ആരാധകരെ തെറ്റിദ്ധരിപ്പിക്കാനായി സോൾഡ് ഔട്ട് എന്ന് എഴുതുന്നതാണോ എന്ന് സംശയമുണ്ട്. സാരികൾക്ക് വില കൂടുതലാണെന്ന അഭിപ്രായവും പലരും പങ്കുവച്ചു. സാധാരണക്കാർക്ക് സ്വപ്നം പോലും കാണാനാകാത്ത വിലയാണ് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ബ്രാൻഡിൽ നിന്ന് സാരി വാങ്ങാൻ എങ്ങനെ കഴിയും? ഇതൊക്കെ പണക്കാർക്ക് പറ്റും. ഉദ്ദേശം കൊള്ളാം, പക്ഷേ പണക്കാരെ ലക്ഷ്യമിട്ടാണ് എന്നൊക്കെയാണ് പല കമന്റുകളും. ഒട്ടുമിക്കതിനും 5-ൽ താഴെ പീസുകൾ മാത്രമേ അവർ സ്റ്റോക്ക് ചെയ്യുന്നുള്ളൂ എന്ന് ഉറപ്പുണ്ട്. ഒരു കാരണവശാലും ഒരുപാട് ആളുകൾ ഈ അമിത വിലയുള്ള സാധനങ്ങൾ വാങ്ങുകയില്ല. ആരെയെ പൊതുവെ ഇഷ്ടമല്ല, പക്ഷേ അവരുടെ ബ്രാൻഡായ കാഞ്ചീവരം ഒരു ആത്മാർത്ഥതയുള്ള കസ്റ്റമേഴ്സിന് വില കൊടുക്കുന്ന ബ്രാൻഡാണെന്ന് തോന്നുന്നു. പക്ഷെ അഹാനയും കൂട്ടരും ചെയ്യുന്നത് പകൽ വെളിച്ചത്തിൽ കൊള്ളയടിക്കുന്നത് പോലെയാണ്. മിതമായ വിലയിൽ നല്ല കളക്ഷനുകൾ ആര്യയുടെ ബ്രാൻഡിൽ ഉള്ളതായി തോന്നിയിട്ടുണ്ടെന്നെല്ലാമാണ് കമന്റുകൾ. ചെറിയ വിലയ്ക്ക് ലഭിച്ച സാരികൾ അഹാനയും സഹോദരിമാരും കൊള്ള ലാഭത്തിന് വിൽക്കുന്നുവെന്നതാണ് പ്രധാനമായും ഉയരുന്ന വിമർശനം. പലരും ഇവരെ വൻ രീതിയിലുള്ള തട്ടിപ്പാണ് നടത്തുന്നതെന്ന് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഇവർ തട്ടിപ്പ് നടത്തുന്നു എന്ന് പറയാൻ പറ്റില്ല. കാരണം തട്ടിപ്പ് എന്ന് പറയുന്നത് ആൾക്കാരെ പറ്റിക്കുന്ന ഒരു ഏർപ്പാടാണല്ലോ. അതിനപ്പുറത്തേക്ക് ഇവരെ കൊള്ള ലാഭം നടത്തുന്നു എന്ന് പറയുന്നതാണ് നല്ലത്. മാർക്കറ്റിൽ 3000-നും 4000-നും കിട്ടുന്ന സാരികളൊക്കെ ഇവരെ 10,000-നും 11,000-നും ഒക്കെ വിൽക്കുന്നു. ഇതാണ് ആക്ച്വലി ഇവർ ചെയ്യുന്ന പരിപാടി എന്ന് പറയുന്നത്. ഇത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു സംഭവം തന്നെയാണ്. ഈ സംഭവത്തിൽ നിരവധി റിയാക്ഷൻ വീഡിയോകൾ വരുന്നുണ്ട്. അതിൽ അഹാനയുടെ ഒരു സാരി എടുത്തിരിക്കുന്ന വീഡിയോ ചർച്ചയാകുന്നുണ്ട്. അഹാന ഉടുത്തു വന്ന സാരിയിനേക്കാളും കൂടുതൽ ശ്രദ്ധിച്ചത് എന്താണെന്ന് അറിയുമോ? ഇവരുടെ ഫ്രെയിമും ബാക്ക്ഗ്രൗണ്ടും ആണ്. വളരെ റിച്ച് സെറ്റപ്പാണ്. അത്തപ്പൂക്കളത്തിന് മുന്നിൽ പിന്നിൽ ഓരോ സ്റ്റെപ്പിലും 2 പൂ വീതം, പിന്നെ അലമാരയ്ക്ക് മുകളിൽ കുറച്ച് പൂക്കൾ. അതുപോലെ തന്നെ ക്യാമറ ക്വാളിറ്റി അതെടുത്ത് പറയേണ്ടത് തന്നെയാണ്. എല്ലാം റിച്ച് സെറ്റപ്പാണ്. ഇത്രയും സെറ്റപ്പിൽ ഒരു പ്രൊമോഷൻ വീഡിയോ ഷൂട്ട് ചെയ്യണമെങ്കിൽ നല്ല ചിലവ് വരും. ആ ചിലവൊക്കെ ഇവർ ഈടാക്കുന്നത് ഇവരുടെ സാരി വാങ്ങിക്കുന്ന കസ്റ്റമേഴ്സിന്റെ അടുത്ത് നിന്നാണ്. 7,500 രൂപയൊക്കെയാണ് അവരുടെ സാധാരണ സാരിയുടെ വില. ഇനി ഇതേ സാരി തന്നെ മറ്റൊരു സെല്ലറുടെ പ്രൊമോഷൻ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അവർ വിൽക്കുന്നത് 4,800 രൂപയ്ക്കാണ്. ഇതെല്ലാമാണ് വിമർശനങ്ങൾക്ക് പ്രധാന കാരണമായിരിക്കുന്നത്. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.